കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി തയ്യാറെടുക്കുന്ന ജില്ലകൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ജനവിധി എഴുതുമ്പോൾ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കേരളം ഇതാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നു. ജനവിധി തീരുമാനിക്കുന്നതിന്റെ അവസാന നിമിഷങ്ങളാണ്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുക കൂടിയാണ്. സച്ചിൻ വാളിക്കാടിലേക്ക് പോകാം. പാലക്കാട് നിന്നും സച്ചിൻ, വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. പാലക്കാട് വളരെ ആവേശകരമായ മത്സരം നടക്കുന്ന ജില്ല കൂടിയാണ്. എങ്ങനെയാണ് പാലക്കാട്ടെ കാഴ്ചകൾ? തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട് ജില്ലയുമുള്ളത്. പാലക്കാട് നഗരസഭ ഇത്തവണ LDF പിടിക്കുമെന്ന ഒരു വാശിയോടുകൂടിയുള്ള പ്രചരണമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നത്. LDFിൻ്റെ 52ഓളം സ്ഥാനാർത്ഥികൾ, പാലക്കാട് നഗരസഭയിൽ മത്സരിക്കുന്ന 52ഓളം സ്ഥാനാർത്ഥികൾ അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള ഉജ്ജ്വലമായ കലാശക്കൊട്ടാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലക്കാർഡുകളും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം ചുവന്ന മാലയടക്കം അണിഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് കലാശക്കൊട്ടിൻ്റെ ഭാഗമായും പാലക്കാട് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വാദ്യമേളങ്ങൾ അതേപോലെ തന്നെ പാട്ടടക്കം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആവേശം തന്നെ ഇത്തവണ പാലക്കാട് പിടിക്കുമെന്ന് തന്നെയാണ്. പാലക്കാട് ഇത്തവണ പിടിക്കും. LDF തിരിച്ചു പിടിച്ചിരിക്കും. അഴിമതി ഭരണത്തിനും കെടുകാര്യസ്ഥയ്ക്കുമെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ഉറപ്പായിട്ടും ഇത്തവണ നമ്മൾ ജയിച്ചിരിക്കും. ചെങ്കോട്ടയാക്കും. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്തവണ LDF പാലക്കാട് നഗരസഭ പിടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ആവേശത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം കൃത്യമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് LDFിൻ്റെ പ്രചരണങ്ങൾ ജില്ലയിൽ എല്ലായിടത്തും, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലെ പഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും നഗരസഭയിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും എല്ലാവിടെയും സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പാലക്കാടും LDFിൻ്റെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി കൂടെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാലക്കാട് MLA കാണാതായിട്ട് 2 ആഴ്ചയോളമായി സ്ത്രീപീഡന കേസിൽ പരാതി എവിടെയാണെന്ന് പോലും ഒളിച്ചു കഴിയുകയാണ് MLA. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് UDF പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോലും MLA എത്തുമോ എന്ന കാര്യം പോലും ഇവിടെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചർച്ചയായിട്ടുണ്ട്. അത്തരത്തിൽ LDFിൻ്റെ പ്രചാരണം മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തമ്മിലടിയും അതേപോലെ തന്നെ മറ്റ് അഴിമതി ആരോപണങ്ങളടക്കമാണ് പാലക്കാട് നഗരസഭയിൽ BJPയെ വലക്കുന്നത്. വലിയ രീതിയിൽ കേരളത്തിൽ പാലക്കാട് നഗരസഭയിലാണ് ഒരു ടൗൺ ഹാൾ പാലക്കാട് നഗരത്തിലാണ് ഇല്ലാത്തത്. 10 വർഷത്തോളം BJP ഭരിച്ചിട്ടും ഒരു വികസന പ്രവർത്തനങ്ങളും പാലക്കാട് നഗരത്തിൽ നടപ്പാക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത്തവണ ജനങ്ങൾ BJPക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് LDF ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് വെച്ചത്. അതിനുള്ള ഒരു പിന്തുണ തന്നെയാണ് ഈ കലാശക്കൊട്ടിലും ജനങ്ങളടക്കം നിരവധി ജനങ്ങളാണ് ഈ കലാശക്കൊട്ടിലടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അസുത